അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഹായ്, വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫാമിലി. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഇറച്ചിച്ചോറാട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഇതുപോലെ സവാളയുള്ളി എല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞ് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. വേഗം എടുത്ത് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇറച്ചിച്ചോറ്. അപ്പോൾ ഞാൻ ഉള്ളിയോട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും വെച്ചിട്ടുണ്ട്. ഇത് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ആദ്യമായിട്ടൊരു പാൻ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി കുറച്ച് എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് കറുവാപ്പട്ട, കുറച്ച് ഗ്രാമ്പു, ഒരു സ്റ്റാർ അനീസ്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇത്രയൊക്കെ ഒന്ന് വഴറ്റാം. നന്നായിട്ട് ഉള്ളി വഴലുന്നവരെ വഴറ്റണം. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ വേണം മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച്, പിന്നെ ഗരം മസാല പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് പച്ചമണം മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. റോസ്റ്റ് ചെയ്ത് വേണേലും പൊടികൾ സെപ്പറേറ്റ് ചേർക്കാം കേട്ടോ. അത് ഒന്നുകൂടെ എളുപ്പമുണ്ട്, ഇതൊന്നുകൂടെ എളുപ്പമുണ്ട്. ഇതിലോട്ട് നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ, ചിക്കനോ ഇറച്ചിയോ മട്ടനോ എന്ത് വേണമെങ്കിലും നമുക്കിഷ്ടമുള്ള ഇറച്ചി ചേർക്കാം. അപ്പോൾ ഇത് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇത്രയാണ് ഞാൻ എടുത്ത് ഇച്ചിരി തന്നെ കുറച്ച് ഇട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ഞാൻ ഇങ്ങനെ കയ്യിൽ നിന്ന് എടുത്ത് ഇട്ടില്ലെന്നേ ഉള്ളൂ. കറി വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ കറി റെഡിയായി. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഈ ചിക്കൻ കഷ്ണങ്ങൾ ഇങ്ങനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ ചാറ് ഒന്ന് അളന്നെടുക്കണം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലോട്ട് കഷ്ണങ്ങളൊന്ന് മാറ്റിയെടുക്കുവാണേ. അപ്പോൾ നമ്മൾ ഈ കപ്പിനാണല്ലോ അരി എടുത്തത്. അപ്പോൾ ഇതിന് ഒരു 3/4 കപ്പ് അരി ഉണ്ടായിരുന്നു. ഇതിന് 1 കപ്പ് വെള്ളം ഒഴിക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അത് കണക്കാക്കി വേണം. അപ്പോൾ ഇതിന് ഇത്രയും ചാറുണ്ട്, ബാക്കിയും കൂടെ വെള്ളവും കൂടെ നമുക്ക് ഒഴിക്കാം. ഇത് ഈ കുക്കറിനകത്തോട്ട് തന്നെ നമുക്കൊന്ന് ഒഴിച്ചേക്കാം. ശേഷം ഇതിലോട്ട് ഈ ചാറിനകത്തോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് വേവിച്ചെടുക്കാം. ഒരു നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റി എടുക്കണം. നമ്മളിത് ഇങ്ങനെ ഇട്ടങ്ങ് വേവിക്കുവാണേ. ഒട്ടും വെള്ളം കൂടിപ്പോയല്ലേ, വെള്ളം കൂടിപ്പോയാൽ കൊള്ളത്തില്ല. എന്ന് വെച്ചാൽ വെള്ളം ചാറ് പോലിരിക്കത്തില്ലേ, ഡ്രൈ ആയിട്ടിരിക്കണം. 1.5 കപ്പൂടെ വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ഉപ്പ് കറക്റ്റാണെന്ന് നോക്കാം. എന്നിട്ട് ഇത് ഒറ്റ വിസിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ബസുമതി റൈസ് ആയതുകൊണ്ടാണ് ഞാൻ ഒറ്റ വിസിലിടുന്നത്. നമ്മുടെ കയ്യിലുള്ള റൈസ് അനുസരിച്ച് വേവ് മാറ്റണം കേട്ടോ, വേവ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ പെർഫെക്റ്റായിട്ട് നമ്മളിവിടെ ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഇറച്ചി കഷ്ണങ്ങൾ അതിനകത്തോട്ടിട്ട് ഒന്ന് ഇളകി പോവാതെ, അതായത് ചിക്കൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഞാൻ റോസ്റ്റൊന്നും ചെയ്യുന്നില്ല. നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്ത ചിക്കനല്ലേ. ആവശ്യത്തിന് കഷ്ണങ്ങൾ എടുത്തിട്ട് ഇളക്കി ഉപയോഗിക്കാം. ചിക്കൻ്റെ ഇറച്ചിച്ചോറിൽ എനിക്കുള്ളൊരു ടിപ്പെന്ന് വെച്ചാൽ, നമ്മൾ ചോറ് എടുക്കത്തില്ല, അപ്പോൾ ലാസ്റ്റിൽ കുറച്ച് നെയ്യ്, ഇപ്പോൾ നെയ്യൊന്നും വീഴുന്നില്ല, നെയ്യൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കണം. അപ്പോൾ ബീഫൊക്കെ ആകുമ്പോൾ നല്ല നെയ്യൊക്കെ ഉണ്ടാവും. ഇത് മട്ടനൊക്കെയാണ്. അപ്പോൾ ഇതിന് അധികം അങ്ങനെ വരത്തില്ലല്ലോ. അപ്പോൾ ഇത് ഭയങ്കര രുചിയായിരിക്കും ഇങ്ങനെ വെച്ചെങ്കിൽ. ഇപ്പം ഇങ്ങനെ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരിക്കും ഇങ്ങനെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രാൻഡായിരിക്കും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ കുറച്ച് മല്ലിയിലയൊക്കെ ഇതിൻ്റെ പുറത്ത് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ മല്ലിയില ഇട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. നല്ല കണ്ടില്ലേ, ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടിരിപ്പുണ്ട്.
വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.